നമസ്കാരം. വിളിച്ച് പറഞ്ഞ് തന്ന എല്ലാവരോടും ലോകത്തുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തരട്ടെ. സർവകൃഷ്ണാർപ്പണം. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിൽ കല്ലുംതാഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. ജലജ എന്ന അമ്മ. നല്ല വെയിലാണ്. ആ വെയിൽ സമയത്ത് അമ്മ വെള്ളമൊക്കെ ആയിട്ട് ഊണ് കൊടുക്കാനായി റോഡ് പാസ് ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ജലജ എന്ന അമ്മയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ അടുത്തോട്ട് തന്നെ ചോദിക്കാം നമുക്ക്. തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്താ വന്നെത്തിയില്ലേ? ഓട്ടോ വിളിച്ചാണോ പോകുന്നത്? എവിടെയാണ് വീട് ഇത്? ഈ ഓട്ടോയിൽ ഞാനും കൂടെ കയറട്ടാ? അപ്പോൾ അമ്മയോടൊപ്പം ഈ ഓട്ടോയിൽ ഞാനും കൂടെ കയറട്ടെ. അമ്മ ഒന്ന് കയറിക്കോട്ടോ അമ്മ. അപ്പോൾ അമ്മയുമായാണ് ഞാൻ. ജലജ അമ്മയായിട്ടും യാത്രയാണ്. ഓട്ടോ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ വിശന്ന് അലയുന്ന വയറിന്. അമ്മ എന്തുണ്ട് ഈ ചൂട് സമയത്തൊക്കെ? അമ്മ ഇത്രയും വളരെ പോരാട്ടമാണല്ലോ. ഒരേ ജോലികളാണല്ലോ. പാചകം കഴിഞ്ഞു. കൊണ്ടുവരുന്ന ആട്ടോ ഇല്ലാത്തത് കൊണ്ട് ഓട്ടോ വിളിക്കാൻ ഇങ്ങോട്ട് വന്നത്. എത്ര മക്കളാ അമ്മയ്ക്ക്? 3 മക്കളാണ്. 3 മക്കൾ ആൺപിള്ളേരാണോ? 2 ആണ്, 1 പെണ്ണ്. മൂത്തത് മോളാണ്. മോളെ അയച്ചോ? എല്ലാവരും 3 പേരും കുടുംബമായവരാണ്. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കാണോ വീട്ടില്? അല്ല, മക്കളെ കൂടെയാണ്. അപ്പൊ അവരൊക്കെ എന്താ പറയും ഇങ്ങനെ അമ്മ കൊടുക്കുമ്പോ? ഭയങ്കര സപ്പോർട്ടാണ്. പ്രിയപ്പെട്ട പാൽക്കുളങ്ങര താമസിക്കുന്ന അമ്മയാണ്. നല്ലൊരു മനസ്സിന്റെ ഉടനെ നമുക്കൊരു ഒരു വർക്ക് ഏരിയ തന്ന് അവിടെ വെച്ചാണ് പച്ച ബോർഡ് ഇവിടെ പാചകം ചെയ്യാനായി സൗകര്യം തന്നു. എന്തായാലും ആട്ടോക്കാരുടെ സഹായവും കൂടെ തേടിയാണ് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാഴ്ചയിൽ നമുക്ക് കാണാൻ കൊണ്ട് ഇപ്പോൾ ഈ വീട് ഇവരുടെ വീടല്ല. ഇവിടെ മറ്റുള്ളവർ ഇവരുടെ പ്രവർത്തനം കണ്ട് ആഹാരം വെക്കുവാനായി ഇടം കൊടുത്തൊരു സ്ഥലമാണ്. ഇപ്പോൾ അമ്മ ഓട്ടോക്കാരൻ്റെ സഹായം കൂടെ തേടിയാണ്. എന്തായാലും ഒരു നേരം വിശപ്പിന് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വിശപ്പ് ഉച്ച സമയത്ത് കൊടുക്കാനായി ആ അമ്മ ചെയ്യുന്നൊരു പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ. ഒരുപാട് ജീവിക്കാൻ മുതലുള്ളവർ പത്മകുമാറും അനുപമയെ പോലുള്ളവരൊക്കെ ഇങ്ങനെങ്കിലും ചിന്തിച്ചായിരുന്നെങ്കിൽ പത്മകുമാറും അനുപമയൊന്നും ഇങ്ങനെ കിടക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം സഹായമുണ്ട്. ഫസ്റ്റ് വീഡിയോ സൗമ്യയുടെ കണ്ടതിന് ശേഷം ഒരുപാട് പേര് വിളിച്ച് നമുക്ക് പോരെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിവതും എല്ലാം ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരുന്ന എല്ലാം വാങ്ങിക്കുന്നു. ഇപ്പം പിന്നെ വന്ന് കണ്ട് പൈസ തരുന്നവരുണ്ട്. പിന്നെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ച് പൈസ ഇട്ടവരുണ്ട്. നമുക്കതും മതി. അത് തന്നെ ധാരാളം. മാസം തോറും അരിയെടുത്ത് തരാന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എവിടെങ്കിലും ഒരു സൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇത് വെക്കാൻ ഇങ്ങനെ വണ്ടിയിലങ്ങ് പോകാതെ ഒരു സൈറ്റിൽ തന്നെ നമുക്ക് ഇല്ലേ കൊടുക്കാൻ. നമുക്ക് റോഡ് പാസ് ചെയ്യുന്നതും ഈ ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതെങ്കിലും സൈറ്റ് ഒരു റൂം കിട്ടിയാ ഏതെങ്കിലും സൈറ്റില് അവിടെ തന്നെ അമ്മയോടൊപ്പം ഒരു സഹായം കൂടെ വന്നാൽ സ്ട്രോങ് ആയിട്ട് അമ്മയ്ക്ക് ഇത് പാചകം ഇന്നില്ലെന്നേ ഉള്ളൂ. കേരളത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവട്ടെ. ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. ഇനിയും അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടില്ലാത്ത രീതികൾ എല്ലാവർക്കും കൊടുക്കുക തന്നെ. ഈ കല്ലുംതാഴ് ജംഗ്ഷനിൽ തന്നെ അതിനകത്ത് സൗകര്യം കിട്ടിയാൽ ഈ ആശുപത്രിയിൽ നിന്ന് വരുന്നവർക്കും മറ്റുള്ളവർക്കും എല്ലാം കൊടുക്കാം. വേറെ എങ്ങോട്ടെങ്കിലും ആകുമ്പോൾ എത്ര മണിക്ക് തുടങ്ങിയ പാചകം? 12:30. പാചകം 6:30 തുടങ്ങും. 12:30 ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കാം. ഇവിടെ അങ്ങനെ പിന്നെ കൈ കഴുകാനൊന്നും അവർക്ക് വെള്ളം എല്ലാം ഉണ്ട്. കൈ കഴുകാനുണ്ട്, കുടിക്കാനുണ്ട്, എല്ലാ സൗകര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, കല്ലന്താഴയിൽ നിന്നും നമ്മൾ ഒരുപാട് സമയം കാത്തിരുന്ന ജലജ എന്ന സ്വദേശി, കല്ലന്താഴ സ്വദേശി വിശപ്പ് മാറ്റുവാൻ ഒരുപക്ഷെ ആ അമ്മ ഒറ്റയാൾ പോരാട്ടത്തിൽ നമ്മൾക്ക് കാണുന്ന കാഴ്ചകളാണ്. ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. നമുക്ക് പറയാൻ വാക്കുകളില്ല. നമുക്ക് ആ നടക്കുന്ന ദൃശ്യങ്ങളാണ്. നല്ല എരിപ്പൊരി വെയിലത്താണ്. നമുക്ക് ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക് പോലും താങ്ങാൻ പറ്റാത്ത വെയിലത്ത് ഇത്രയും ചൂട് സമയത്ത് ഓട്ടോ വിളിച്ചാണ് വരുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ എന്നും ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, സങ്കടം തോന്നുന്നുണ്ട്. അമ്മ ചെയ്യുന്ന നല്ല കാര്യം അമ്മയ്ക്ക് അമ്മയോട് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവരോടാണ് സങ്കടം തോന്നുന്നത്. പക്ഷേ അതിലും സങ്കടമാണ് ഉപരി അമ്മ ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്നേഹവും സങ്കടവും ഒക്കെയാണ് അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ചിരിയും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഐശ്വര്യത്തിൻ്റെ ഒരു
പുഞ്ചിരിയും ഒക്കെ ആയിട്ടാണ് ജലജ ചേച്ചി കൊല്ലം സ്വദേശി ആഹാരം കൊടുക്കുന്ന ആളല്ലേ? സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ നേരത്തെ ചോദിച്ചവരൊക്കെ ഇവിടെ ഉള്ളവരല്ല. അപ്പോൾ എന്തായാലും അവർക്ക് നീ 1000 പേർക്ക് കൊടുക്കാനുള്ള ശക്തി പകരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ചിരിച്ച മുഖത്തോടും സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങനെ സഹായിക്കാൻ പറ്റും ജനങ്ങൾ. കൈയ്യഴുവാൻ വെള്ളം അവിടെ ഉണ്ട്. ഇതോദ്ദേഹം പോകുന്നതാണ്. കൈയ്യഴുവാൻ വെള്ളം അപ്പുറത്ത് ഈ ചുമന്ന കാറ് കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കൈയ്യഴുവാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പോയിട്ട് വരുന്നവരുണ്ടല്ലേ? ESA പോയിട്ട് വരുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യർ കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കാഴ്ചയുടെ വില എന്താണെന്ന് അറിയുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിലെ കല്ലന്താടിയിൽ നിന്നും ജലജയമ്മയോടൊപ്പമാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായി ചേരുന്നത്. ജീവിതത്തിൽ ഏത് മനുഷ്യർക്കും ആർക്കും എങ്ങനെ മാളികയിൽ താമസിക്കുന്നവർക്കും എത്ര ഉയർന്ന ആൾക്കാർക്കും വിശപ്പകത്താൻ വേണ്ടി ചില ജീവിത സാഹചര്യങ്ങളിൽ വരുമ്പോൾ ഈ ഭക്ഷണം നമുക്ക് ഉപകരിക്കും. ഈ അന്നം കൊല്ലത്തു നിന്നും കല്ലന്താടിയിൽ നിന്നും ജലജ അമ്മയോടൊപ്പം ക്യാമറ മീനാക്ഷിയോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.